ഒത്തിരി നാളായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ടേ. ഇന്ന് എന്തായാലും ഒന്ന് വീഡിയോ ഒക്കെ ഇട്ടേക്കാമെന്ന് വെച്ചിട്ട് ഇനി കണ്ടിന്യൂസ് ഇടണമെന്നൊക്കെ കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തൊണ്ടയ്ക്കൊക്കെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു ശബ്ദത്തിന് ഒരു പതർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കാണെങ്കിൽ വോയിസ് ഇടാനൊക്കെ ഭയങ്കര ഒരു മടിയാട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഇടുകയൊക്കെ ചെയ്യും. എനിക്കിഷ്ടം കേട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിക്കോസിന് ചേട്ടായിക്കും എനിക്കും അനിയനും ഒക്കെ കാണിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഈ കണിയാവേൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ ചെറുപുഴയ്ക്കപ്പുറം നല്ലൊരു വൈദ്യനുണ്ടെന്ന് കേട്ടിട്ട് ഞങ്ങൾ പോകുന്നതാണേ. ഇപ്പോൾ ഇത് സർജറി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. കാരണം ചേട്ടയുടെ കാലിന് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ, നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ നിന്ന് ജോലി ചെയ്യുമ്പോൾ എന്നാലും ഓട്ടോമാറ്റിക്കലി വെരിക്കോസ് വരുമല്ലോ. അപ്പോൾ കുറേയായി. ഇപ്പോൾ കൂടി കഴിഞ്ഞപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ വൈദ്യനുണ്ടെന്ന് കാണിച്ചേക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോകുന്ന പോക്കാട്ടോ. പോകുന്ന വഴിക്കാണ് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്, നല്ല മഴയുണ്ട്. പിന്നെ വണ്ടിയിലിരുന്നിരുന്ന് ഞാൻ മടുത്തു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഞാൻ പതിയെ ചാരി കിടക്കാൻ തുടങ്ങി. കാരണം കുറേ ദൂരം യാത്ര ചെയ്യുമ്പോഴത്തേനും ഈ വണ്ടിക്കകത്ത് കാറിനകത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ബസ്സാണെങ്കിൽ 4 സൈഡിൽ കൂടെ കാറ്റ് കയറുമല്ലോ, ഇതെല്ലാം കൂടെ അടച്ച് ഇട്ടിട്ടാണ് പോകുന്നത്, ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ വഴി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചേച്ചി പറഞ്ഞു കുറച്ച് ദൂരം കൊണ്ടുണ്ടെന്ന് പറഞ്ഞു. ഇതേ ഇപ്പോൾ ഈ പള്ളി ഉണ്ടോ, ഈ പള്ളി കയറിയാൽ നല്ലതാണ്, നല്ല അച്ചട്ടുള്ള പള്ളിയാണെന്ന് പറഞ്ഞു. ഉടനെ കേട്ടോ അത് കേൾക്കാത്തപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി എന്നാലും ഒന്ന് കയറി പ്രാർത്ഥിച്ചേക്കാമെന്ന് വെച്ചു കേട്ടോ. എന്തായാലും വൈദ്യനെ കാണാനൊക്കെ പോകുന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പള്ളിയിലോട്ട് കയറി പോവുകയാണേ. പള്ളിയിൽ കയറി പോകുന്ന സമയത്ത് ചേട്ടായിയാണെ കയ്യിൽ കൊടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ കാല് കാണിക്കാൻ വേണ്ടി ചേട്ടായി കാവിയൊക്കെ കൊടുത്ത് വന്നുകൊണ്ട് പള്ളിക്കാരനൊരു മടി. ഞാനും അനിയനും ചാക്കോച്ചും കൂടെ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൊണ്ട് നമ്മുടെ വൈദ്യനെ വീട്ടിലെത്തി. ഞങ്ങൾ പിന്നെ കട്ട വെയിറ്റിംഗ് ആട്ടോ. അപ്പം വൈദ്യനെ കാണാൻ വേറെ 2-3 പേരുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കേട്ടോ. ഒരാളെ ഉള്ളെന്ന് ഓർത്ത വൈദ്യനെന്ന്. പക്ഷേ ഞങ്ങൾ വാലേ ഞങ്ങൾ 3 പേരും കൂടെ കയറി. ഞങ്ങൾ 2 പേർക്കും കൂടെ, എനിക്കും അനിയനും കൂടെ പിന്നെയും മേടിച്ചു കേട്ടോ. ചേട്ടായിക്ക് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങളും കാണിച്ചു. ഞങ്ങളുടെയൊക്കെ ആരംഭം ഉള്ളൂ കേട്ടോ. ഞങ്ങളതും കാണിച്ചു. അപ്പോൾ മരുന്നൊക്കെ മേടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേന് ചാക്കോച്ചിൻ്റെ മുഖമൊക്കെ വാടി. അപ്പോൾ ചാക്കോച്ച് നമുക്ക് ചായ കുടിക്കാൻ അങ്ങനെ വിചാരിച്ചു. ഞങ്ങളെല്ലാം അവിടെ ചായ കുടിക്കാൻ കയറി കേട്ടോ. അവൻ കയറിയത് കൊണ്ട് പറഞ്ഞു അവന് പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ അവൻ്റെ പൊറോട്ടയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആട്ടോ. പിന്നെ ആ കൂട്ടത്തിൽ ഞങ്ങളും 2 പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കാരണം കുറച്ച് ദൂരം കൂടി ഇനി തിരിച്ചു പോകണമല്ലോ, വന്ന വഴി തിരിച്ചു പോകണമല്ലോ, വിശക്കുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം പൊറോട്ടയൊക്കെ മേടിച്ച് ചാക്കോച്ച് സ്വന്തം ആയിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പൊറോട്ടയെല്ലാം കഴിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് യാത്ര.